ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ ചെറുനാരകം നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ കായ് പിടിക്കാതെയും അതുപോലെ കായ് പിടിച്ചാൽ തന്നെ അവിടെ ഇവിടെയൊക്കെയായി 1-2 കായ്കൾ മാത്രം ഉണ്ടായൊക്കെ നിൽക്കുന്ന ചെറുനാരകം സാധാരണ കാണാറുണ്ട്. അങ്ങനെയുള്ള ചെറുനാരകത്തിന് നന്നായി കായ്ക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന വളം കൊടുത്തതിന് ശേഷം നമ്മുടെ ചെറുനാരകത്തിൽ ഉണ്ടായ മാറ്റമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് അധികം വലിപ്പമൊന്നുമില്ലാതെ ചെറിയ ഡ്രമ്മിൽ നട്ടിട്ടുള്ള ഒരു ചെറുനാരകമാണ്. ഞാൻ ആദ്യം ചെറുനാരകം നട്ടിരുന്നത് ഇതുപോലുള്ള ഒരു ചട്ടിയിലായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ആ ചെറുനാരകം ഈ ഡ്രമ്മിലേക്ക് മാറ്റി കൊടുത്തത്. ഇതിലേക്ക് മാറ്റി നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ട് കോഴിക്കാഷ്ടം, കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ചേർത്തതിന് ശേഷമാണ് കേട്ടോ ഈ ചെറുനാരകം ഇതിലേക്ക് മാറ്റി നട്ടത്. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ വളം കൊടുത്തു തുടങ്ങിയത്. ചെറുനാരകം നമ്മൾ നടുന്ന സമയത്ത് നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങനെ നോക്കി വേണം നടാനായിട്ട്. അതല്ലെങ്കിൽ ചട്ടിയിലൊക്കെയാണ് നടുന്നതെങ്കിൽ നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മളത് നീക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം വളമൊക്കെ നല്ലപോലെ ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് ചെറുനാരകമൊക്കെ കായ്ച്ചു കിട്ടുന്നത്. എൻ്റെ ചെറുനാരകത്തിന് ഞാൻ എന്ത് വളമാണ് കൊടുത്തതെന്ന് അറിയണ്ടേ? ഈ കാണുന്നതാണ് കേട്ടോ ആ വളം. ഞാൻ ഈ ഒരു വളം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നന്നായി അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ചെപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ഒരു പിടി എല്ലുപൊടി ഇട്ടതിന് ശേഷം അത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴത്തിൻ്റെ, നന്നായി പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ. അത് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ നോക്കിയാൽ അറിയാം, കണ്ട, ഇതൊക്കെ നന്നായി അഴുകി ഈ പരുവത്തിലാണ് കിടക്കുന്നത്. നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി നിറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് അടച്ചു വയ്ക്കണം. ഇതൊരു 10 ദിവസമൊക്കെ പുളിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ഇത് ചെറുനാരകത്തിന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിൽ നിന്ന് ഞാൻ സ്ഥിരമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതിലിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലേക്ക് വേറെ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വയ്ക്കണം കേട്ടോ. ഇങ്ങനെ പുളിപ്പിച്ചതിന് ശേഷം 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു നാരകത്തിന് കേട്ടോ. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായി പുളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ചെറിയ മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വിറകടുപ്പ് കത്തിക്കുന്ന ചാരമുണ്ടല്ലോ, ആ ചാരാണ് കേട്ടോ. ഒരു പിടി മതി, അല്ലെങ്കിൽ ഒരു ചിരട്ടയുടെ പകുതി, ഏകദേശം അത്രയൊക്കെ മതി. ആ ചാരം നമുക്ക് ചൂട് കളഞ്ഞതാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചാരം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നല്ല പോലെ വെള്ളവും ചേർത്ത് കൊടുക്കണം. ഒരു 5 ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഇത് ചെറുനാരകത്തിൻ്റെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ വളം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ചെറുനാരകത്തിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നിങ്ങളോട് ഇത് പറയുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ ചെറുനാരകം ഇതുപോലെ കായ്കൾ ഉണ്ടായി തുടങ്ങിയത്.
അതുവരെ ചെറുനാരകം കായ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു, പക്ഷെ ഇത്ര അധികമൊന്നും കായ്കൾ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഇനി നമുക്കിത് ചെറുനാരകത്തിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാകെ തിങ്ങി നിറഞ്ഞ് ഇതിൻ്റെ അടിഭാഗം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് അതിൻ്റെ ചുവടിലേക്ക് നീക്കി ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നിർബന്ധമായിട്ടും ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുനാരകം നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ച്ചു കിട്ടും. ചെറുനാരങ്ങയ്ക്കൊക്കെ അത്യാവശ്യം വലിപ്പവും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ വളം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. അത് ഈ വളം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് പറിക്കാറായ നന്നായി മൂത്ത് പഴുത്തു തുടങ്ങിയ ചെറുനാരങ്ങയുണ്ട്. അതുപോലെ തന്നെ പല സ്റ്റേജിലായിട്ടുള്ള ചെറുനാരങ്ങകളാണ് കേട്ടോ ഇതിലുള്ളത്. കണ്ടോ, തീരെ ചെറുതും ഇതിലുണ്ടാവുന്നുണ്ട്. അതുപോലെ പുതിയ പൂക്കളൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ചെറുനാരകത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം, ഓരോ കുലയിലും ഒരുപാട് ചെറുനാരങ്ങ വീതം നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.